കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി അധ്യക്ഷൻ സജി മഞ്ഞക്കടമ്പിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് പി.വി. അൻവർ വാർത്താ സമ്മേളനം ഉടൻ വിവരങ്ങളുമായി ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്. ടോബി, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇന്നെന്തോ TMCയിൽ ചേരുമെന്നുള്ളതായിരുന്നു പി.വി. അൻവറിന്റെ നേരത്തെയുള്ള പ്രഖ്യാപനം. വാർത്താ സമ്മേളനം ഇപ്പോൾ തുടങ്ങും. ഏതൊക്കെയാണ് നേതാക്കൾ? തീർച്ചയായിട്ടും അല്പസമയത്തിനുള്ളിൽ പി.വി. അൻവർ എന്തായാലും വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ്. അവിടെ എന്തായാലും സജി മഞ്ഞക്കടമ്പ് അടക്കമുള്ളവർ ചേർന്നൊരു മീറ്റിംഗ് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു തീരുമാനം പറയാമെന്നാണ് സജി മഞ്ഞക്കടമ്പ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള സൂചന കൂടി ലഭിച്ചിരിക്കുന്നു. അങ്ങനെ തന്നെയായിരിക്കും തീരുമാനമെന്ന് സജിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു. അതായത് ഏകദേശം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നത് സജി മഞ്ഞക്കടമ്പ് NDA വിട്ട് ഇപ്പോൾ അൻവറിന്റെ കൂട്ടത്തിൽ പോകുന്നു എന്നുള്ള വ്യക്തമായ സൂചനകൾ തന്നെയാണ് വരുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ കോട്ടയം പ്രസ് ക്ലബ്ബിൽ വെച്ച് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അൻവർ അത് പറയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഒരു CPM നേതാവ് വരുമെന്നായിരുന്നു പ്രചാരണം. പക്ഷേ അങ്ങനെയല്ല, NDAയിൽ നിന്നാണ് സജി മഞ്ഞക്കടമ്പനാണ് എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു. നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പാണ് UDFൽ നിന്നും കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗത്തിൽ നിന്നും അവിടെ അതൃപ്തിയുണ്ട്, അല്ലെങ്കിൽ അവഗണന ലഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സജി മഞ്ഞക്കടമ്പിൽ അവിടെ നിന്നും പുറത്തു വന്ന് NDAയുടെ ഒപ്പം ചേർന്നത്. അതിനുശേഷം സ്വന്തമായ ഒരു പാർട്ടിയും രൂപീകരിച്ചു. എന്തായാലും അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് അദ്ദേഹം പി.വി. അൻവറിനൊപ്പം പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് അവർ പുറത്തേക്ക്, ഈ സംസ്ഥാന കമ്മിറ്റി യോഗമാണ് ചേർന്നുകൊണ്ടിരിക്കുന്നത്, പുറത്തേക്ക് വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ നാടകങ്ങൾ തന്നെ അൻവറിന്റെ ഒരു മധ്യ കേരളത്തിലെ ഒരു നിർണായക നീക്കമായി തന്നെ വേണമെങ്കിൽ ഇതിനെ കാണാം. നേരത്തെ അൻവർ പറഞ്ഞതുപോലെ ഈ ജോസ് കെ മാണിയൊക്കെ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കേരള കോൺഗ്രസ് ഒക്കെ തന്നോടൊപ്പം നിന്ന് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം മുൻപൊരു പ്രസ്താവന നടത്തിയിരുന്നു. അതുപോലെ ഒരു കേരള കോൺഗ്രസിനെ കൂട്ടത്തിൽ കൂട്ടാൻ അൻവറിന് സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഹാഷ്മി ആ പ്രഖ്യാപനം വരും. ടോബി, ഒരു പ്രമുഖ CPM നേതാവ് തൃണമൂൽ കോൺഗ്രസിലേക്ക് എന്നായിരുന്നു പി.വി. അൻവറിന്റെ പ്രഖ്യാപനം. ഒരു ഹെവി വെയിറ്റ് എന്നൊക്കെയായിരുന്നു പി.വി. അൻവർ ക്യാമ്പുമായി ബന്ധപ്പെട്ട് കേട്ടിരുന്നത്. അതില്ല എന്ന് ഉറപ്പിച്ചോ അൻവർ? അൻവർ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. വലിയ ഒരു അഭ്യൂഹമായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നത്. ഒരു പ്രമുഖ CPM നേതാവ്, നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ നിലവിലെ സാഹചര്യത്തിൽ ആര് എങ്ങോട്ട് പോകുമെന്നൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മധ്യ കേരളത്തിൽ നിന്നൊരു പ്രമുഖ നേതാവ് എന്ന് പറയുമ്പോൾ പലരെയും നമ്മൾ സംശയിച്ചിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. അത് സജി മഞ്ഞക്കടമ്പിലാണ്, NDAയിൽ നിന്നാണ് എന്നുള്ള കാര്യം അല്പസമയം മുമ്പാണ് പുറത്തു വന്നത്. എന്തായാലും ആ നിർണായകമായിട്ടുള്ള യോഗം ഇന്നലെ സജി മഞ്ഞക്കടമ്പിൽ വിളിച്ചൊരു സംസ്ഥാന കമ്മിറ്റി യോഗം ഞങ്ങൾ ചേരുന്നുണ്ടെന്ന് നമ്മളെ അറിയിച്ചതാണ്. പക്ഷേ അത് ഇത്തരത്തിലുള്ള ഒരു നീക്കമായിരുന്നു എന്ന് ആർക്കും അങ്ങ് മനസ്സിലായില്ല. ഏതായാലും അൻവർ ഇവിടെ എത്തിയിട്ടുണ്ട്, കോട്ടയത്ത് ഒരു ബിഷപ്പ് ഹൗസിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സഭയുടെയൊക്കെ പിന്തുണ ഇതിനുണ്ടോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. സജി മഞ്ഞക്കടമ്പിനൊപ്പം സജി മഞ്ഞക്കടമ്പം പോകുമ്പോൾ അതിന് സഭയുടെ കൂടി പിന്തുണയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും മധ്യ കേരളത്തിൽ അൻവറിന് ശക്തി തെളിയിക്കാൻ ഉള്ള ഒരു നീക്കമായി, അൻവറിന്റെ ഒരു നീക്കമായി തന്നെ ഇതിനെ കാണണം. സജി മഞ്ഞക്കടമ്പിനൊപ്പം പ്രത്യേകിച്ചും പാലാ പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ കൂടുതൽ സ്വാധീനമുള്ള മേഖലകളൊക്കെയാണ്. UDFൽ നിന്നും നമുക്കറിയാവുന്നതുപോലെ വലിയ അവഗണന നേരിട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മാസങ്ങൾ കഴിയുമ്പോൾ മറ്റൊരു പാർട്ടിയുടെ കൂട്ടത്തിൽ ചേരാൻ സജി തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, ടോബി ജോൺസൺ വാർത്തയുടെ വിവരങ്ങൾ നൽകി. അല്പസമയത്തിനകം പി.വി. അൻവർ വാർത്താ സമ്മേളനമുണ്ട്. ഓക്കെ.